ഭയങ്കരമായ ജുറാസിക് പാർക്കിന്റെ കഥ പറയുകയും ലൊക്കേഷനിൽ വന്ന് ഏതപ്പാ കോതമംഗലം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് ഒരു പറയുന്ന കഥ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സംവിധായകനാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ ഒരു പുതുമുഖമാണ് എന്ന് എനിക്ക് ഉറപ്പ് വരുത്തുന്നു. ക്യാരക്ടറിനെ ഏജ് ആയിട്ടുള്ളൂ കേട്ടോ, ജഗദീശന്റെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സിനിമകൾ മോശമാവുന്ന സമയത്തും ആസിഫ് എന്നെങ്കിലും ഒരു നല്ല സിനിമ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ സിനിമകളും പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു പ്രേക്ഷകരുണ്ട്. ആ സിനിമകൾ ഇപ്പം നന്നായി നല്ല സിനിമകൾ ചെയ്യുമ്പോഴും അവർക്ക് കിട്ടുന്ന സന്തോഷം, അവർ തരുന്ന ധൈര്യം തന്നെയാണ് ആ ഫ്യൂവൽ എന്ന് പറയുന്നത് നമുക്ക്. അപ്പൊ അതിന് എപ്പോഴും കടപ്പെട്ടതാണ്. അതിനും കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഒരിക്കലും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അതൊരിക്കലും ആസ്വദിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും അതിനെ ബഹുമാനിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇവാലുവേഷൻ ഇപ്പോഴാണ്, മാർക്ക് ഇടുന്നത് ഇപ്പോഴാണ്. ചുവന്ന മഷി പേനയായിട്ട് പ്രേക്ഷകനിരിക്കുകയാണ്, വാ വാ കാണിച്ചു തരാം. പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, അഭിനയം, അനാവശ്യമായിട്ട് നമ്മൾ കൈയെടുക്കുക, കാലെടുക്കുക, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ പുരികം അനാവശ്യമായിട്ട് ചലിപ്പിക്കുക, ഇതൊക്കെ OTT വരുമ്പോൾ സൂം ചെയ്ത് നോക്കി എല്ലാം കണ്ടുപിടിക്കുന്ന കൂട്ടത്തിലാണ് ഓവർ ആക്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പം കാപ്പയിൽ ഒരു സീനിൽ ഞാനും ആസിഫും കൂടെ അഭിനയിച്ച ക്ലൈമാക്സിന് അടുപ്പിച്ചൊരു സീനിൽ അഭിനയിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ആസിഫെ കലക്കി അത് കലക്കി, പക്ഷെ നമ്മുടെ മുഖത്ത് അതുകൊണ്ട് ആ സീൻ വർക്കായി. ഒന്നും പറഞ്ഞില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അത് എങ്ങനെയുണ്ട് പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടില്ല, ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആ സീൻ ഡിസ്കസ് ഗോഡ് ഫാദറിൽ കാണിച്ച പോലെ ആ ഫീലിംഗ് അപ്പൊ ഉണ്ടായി. ഇവിടെ സഹദേവൻ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ശ്രമമാണ് സംവിധായകൻ നടത്തിയിട്ടുള്ളത്. നല്ലൊരു എന്റർടൈനർ ആയിരിക്കും, ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും സിനിമ അത്രേ ഉള്ളൂ. നമസ്കാരം. ആഭ്യന്തര കുറ്റവാളിയുടെ വിശേഷങ്ങളുമായി ജഗദീഷ് ഏട്ടൻ, ആസിഫ് ക, അനീസ് ക, സ്വാഗതം. ഒരു ആഭ്യന്തര കുറ്റവാളി ഒരു ഔട്ട് ആൻഡ് ഔട്ട് മെയിൽ ഷോവിനിസ്റ്റ് പടമാണ്. പക്ഷെ അതിലെന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഗതി ഉണ്ട് എന്നാണ് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ഞാൻ കേട്ടത്. അപ്പം സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ കഥയിലൊരു ഹൈ കിട്ടിയ സിനിമയിലേക്ക് ഇന്നാവുന്ന ആളാണ് ആസിഫ് അലി എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. ഈ കഥ തന്നിട്ടുള്ള ഒരു ഹൈ, ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോടുള്ള എന്തെങ്കിലും വിയോജിപ്പോ? അല്ല, ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് മെയിൽ ഷോവിനിസ്റ്റ് പടമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വേറൊരു പെർസ്പെക്റ്റീവിൽ പറയുന്നു. നമ്മൾ അധികവും കണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു പെർസ്പെക്റ്റീവിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ കിട്ടിയ ഒരു ക്യാച്ച്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സഹദേവൻ എന്നാണ്. സഹദേവൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്നും സഹദേവന്മാർക്ക് വേണ്ടി സംസാരിക്കണമെന്നും ഈ അടുത്ത കാലത്തൊക്കെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ, പ്രൊമോഷൻ ടൈമിലൊക്കെ ജഗദീഷ് ഏട്ടൻ സ്പെസിഫൈ ചെയ്തിരുന്നു, നല്ല പുരുഷന്മാരും നല്ല സ്ത്രീകളും ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കപ്പെടേണ്ടത്. അപ്പം നല്ല പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആഭ്യന്തര കുറ്റവാളി. ഈ നേരത്തെ പറഞ്ഞ പോലെ കഥ അല്ലെങ്കിൽ തിരക്കഥയിലാണ് ഹൈ കിട്ടാറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മുന്നേ ഉള്ള സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ അടുത്ത കാലത്ത് വന്ന് ഹിറ്റ് സിനിമകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പുതുമയുണ്ട്, അതിന് കഥയ്ക്ക് ഒരു ആഴം ഉണ്ടാവുന്നുണ്ട്. ഇത് തന്നിട്ടുള്ള കരിയറിൽ തന്നെ തന്നിട്ടുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, അതിനെ കുറിച്ച്? അത് ഡെഫിനറ്റ്ലി എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. സ്ക്രിപ്റ്റ് ആണ് സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, സ്ക്രീൻ പ്ലേ ആണ് ബാക്ക് ബോൺ. അപ്പോൾ അത് നമ്മൾ എത്ര കുഞ്ഞു സിനിമയാണെങ്കിലും നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കൺവിൻസിങ് ആയിരിക്കണം, നമുക്ക് സ്ക്രിപ്റ്റ് നന്നായിരിക്കണം, നല്ല സിനിമയായിരിക്കണം. ഇത്രയാണെങ്കിൽ മാത്രമേ മലയാളികൾ ഒരു സിനിമയെ വിജയിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ തെളിവായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പോൾ 24 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വിജയിച്ച സിനിമകൾ എടുത്ത് നോക്കിയാൽ എല്ലാ ജോണറിലുള്ള സിനിമകളും ഉണ്ട്. ഇപ്പോൾ പ്രേമലുവിൽ തുടങ്ങി മഞ്ഞുമൽ ബോയ്സ് മുതൽ ഭ്രമയുഗം മുതൽ തലവൻ, കിഷ്കിന്ധകാണ്ഡം, അങ്ങനെ എടുത്ത എല്ലാ സിനിമകളും ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോണറിലുള്ള സിനിമകളല്ല, പല പല ജോണറിലുള്ള സിനിമകളാണ്. അപ്പം മലയാളികൾക്ക് വേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള സിനിമകളും നല്ല കണ്ടന്റുള്ള സ്ക്രിപ്റ്റുകളുമാണ്. അപ്പം അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ ആക്ടേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഗിമ്മിക്കൊന്നുമില്ല. അത് ആളുകൾക്ക് തിയേറ്ററിൽ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റണം, അതിലെന്തെങ്കിലും ഒരു പുതുമ തോന്നണം, അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറിൻ്റെ അല്ലെങ്കിൽ ആ സിനിമയിൽ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ഭാഗ്യം എന്ന് പറയുന്നത്. ഇതിലെ സംവിധായകൻ ഒരു പുതുമുഖ സംവിധായകൻ കൂടിയാണ്. നേരത്തെ അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് മഹാവീര്യറിന്റെ സെറ്റിൽ വെച്ചിട്ടാണ് കഥ പറയുന്നതെന്നും അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു അസോസിയേഷൻ ആണെന്നും, അപ്പം അതൊരു ചെറിയ പീരീഡ് അല്ല, ഒരു വലിയ കാലഘട്ടത്തിൽ സിനിമയോട് കൂടെ കടന്നു പോവാണ്. അതിന്ന് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അടക്കം അതിന്ന് കിട്ടിയിട്ടുള്ള ഒരു
എനർജി എന്താണ്? പേഴ്സണലി എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പുതിയ സംവിധായകരുടെ കൂടെയാണ്. അപ്പോൾ അതിൽ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു പുതിയ സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ അസോസിയേറ്റ് ആയിട്ടോ അസിസ്റ്റൻ്റ് ആയിട്ടോ കണ്ടിട്ടുള്ള എൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് കഴിവിൽ വിശ്വാസമുള്ളവരുടെ ആദ്യത്തെ സിനിമകളിൽ ഭാഗമാവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാര്യം അത് ഒരു പുതിയ സംവിധായകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ബ്ലൈൻഡായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ഭയങ്കരമായ ജുറാസിക് പാർക്കിന്റെ കഥ പറയുകയും ലൊക്കേഷനിൽ വന്ന് ഏതപ്പാ കോതമംഗലം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇത് ഒരു പറയുന്ന കഥ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സംവിധായകനാണ് ഇദ്ദേഹം, അല്ലെങ്കിൽ ഒരു പുതുമുഖമാണ് എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. അപ്പോൾ സേതുവിനെ എനിക്ക് ആ കാര്യത്തിൽ ഞാൻ മഹാവീരർ ചെയ്യുന്ന സമയത്ത് അതിൽ ഈ സിനിമയിലും നമുക്ക് വരുന്നതും അതിലുണ്ടായിരുന്നതുമായ ഒരു കോമൺ ഫാക്ടർ കോർട്ട് റൂം സീക്വൻസസ് ആയിരുന്നു. മഹാവീരന്റെ ഒരു സെക്കൻഡ് ഹാഫ് മുഴുവൻ കോടതി രംഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലും ഏകദേശം അതുപോലത്തെ തന്നെ ഒരു കഥയാണ് വരുന്നതും. അപ്പോൾ എനിക്ക് സേതു അത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതും അത് പ്ലാൻ ചെയ്തതും എല്ലാം ഞാൻ കണ്ട് കൺവിൻസ്ഡ് ആയതാണ്. പിന്നെ സേതുവിൻ്റെ ഒരു വലിയ സമയമെടുത്തുള്ളൊരു റിസർച്ച്, കാര്യം ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് പറയുമ്പോൾ അത് നമുക്ക് വെറുതെ വായി തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കുറേ ആണുങ്ങൾ വന്നിരുന്ന് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അത് കൃത്യമായ പോയിന്റ്സ് അതിലേക്ക് കൊണ്ടുവന്ന് വാലിഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റിലേക്ക് കൊണ്ടുവരണം. അത് പ്രത്യേകിച്ച് കോടതിയിലൊക്കെ നമ്മൾ നിയമം പറഞ്ഞ് അഭിനയിക്കുന്ന സമയത്ത് അതെല്ലാം വാലിഡ് ആയിരിക്കണം. അപ്പോൾ അതിൽ സേതു നടത്തിയ റിസർച്ചിലാണ് ഞാൻ കൺവിൻസ്ഡ് ആയതും ഈ സ്ക്രിപ്റ്റിൽ സേതുവിൻ്റെ കൂടെ ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചത്. സംവിധായകനെ കുറിച്ച് പറഞ്ഞപ്പം മുന്നേ കിഷ്കിന്ധാകാന്ഡം റിലീസായ സമയത്ത് ആസിഫ് അലിയുടെ പെർഫോമൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റിൽ അത് ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള അയാളുടെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ആസിഫ് അലി ചൂസ് ചെയ്യുന്ന സംവിധായകരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നിസാം ബഷീർ, ദിൽജിത്ത് അയ്യൻതാൻ തുടങ്ങി ഈ സംവിധായകരെല്ലാം ഒരു പക്ഷേ മുന്നേ എടുത്തിട്ടുള്ള സിനിമകൾ അത്രത്തോളം കൊമേഴ്ഷ്യൽ സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അടുത്ത സിനിമയിലേക്ക് അവരുടെ കൂടെ നിൽക്കുന്നു, അവരിലൊരു വിശ്വാസം ഉണ്ടാക്കുന്നു, ആ സിനിമകളെല്ലാം വീണ്ടും ഹിറ്റാവുന്നു. അപ്പം ഇത്തരം ഈ ഒരു സെലക്ഷൻ അതിൽ സംവിധായകരിലേക്ക് പൂർണ്ണമായിട്ടും കൊടുക്കുന്ന ഒരു അർപ്പണം ഉണ്ടല്ലോ. സിനിമ വിജയിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ ഒരു സിനിമ പരാജയപ്പെട്ടു എന്നിപ്പോൾ രാജേഷ് പിള്ള ട്രാഫിക്കിന് മുന്നേ ചെയ്ത സിനിമ അത്രയും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവിലും അദ്ദേഹത്തിന് ഒരു സിനിമ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലുമാണ് ട്രാഫിക് പോലെ വലിയൊരു സിനിമ രണ്ടാമത്തെ സിനിമയായിട്ട് അത് അത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരാളായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാവും. പിന്നെ സിനിമ തിയേറ്ററിൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് വരും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രേക്ഷകർ ഭയങ്കര പെർട്ടിക്കുലറാണ്. നമുക്ക് അതിൻ്റെ അകത്ത് അവരെ 100% തൃപ്തി കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ആ സിനിമ വിജയിക്കുള്ളൂ. അപ്പം ഒരു പക്ഷേ ആദ്യത്തെ സിനിമയിൽ എന്തെങ്കിലും ഒരു നോട്ടക്കുറവ് കൊണ്ടോ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോയ ഒരു പോയിന്റ് കൊണ്ടോ സിനിമയ്ക്ക് മോശം സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അടുത്ത സിനിമയിൽ അദ്ദേഹത്തിന് അത് തിരുത്താൻ പറ്റും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ രോഹിത്തിൻ്റെ കൂടെ ആദ്യമായിട്ട് ചെയ്തു. ഇബിലിസ് രണ്ടാമത് ചെയ്തു. അതിനുശേഷം രോഹിത്ത് കള ചെയ്തു. ഇപ്പം ഞാൻ ടിക്കിറ്റാക്ക ചെയ്യുന്നു. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ 2 സിനിമകളും കൊമേഴ്ഷ്യലി ഭയങ്കര ഹിറ്റായിരുന്നില്ല, പക്ഷെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു. കള കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ സിനിമയാണ്. ഞങ്ങളുടെ കോമ്പിനേഷൻ വരുന്ന ഏറ്റവും വലിയ സിനിമയാണ് ടിക്കിറ്റാക്ക. അപ്പം നമ്മൾ ചാൻസസ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആസിഫ് അലിയുടെ KGF ഞാനൊരു ആവേശത്തിൽ പറഞ്ഞു. ഈ പറഞ്ഞ ഹിറ്റ് കോമ്പിനേഷനിൽ വന്ന സമയത്തും ലാസ്റ്റ് 2 സിനിമകൾ രേഖാചിത്രത്തിൽ ജഗദീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. അതിലെ കഥാപാത്രം വലിയ ക്രൂഷ്യലായിട്ടുള്ള, ചെറിയ ഒരു ഭാഗമാണെങ്കിൽ പോലും ക്രൂഷ്യലായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കിഷ്കിന്ധാകാന്ഡത്തിലെ കഥാപാത്രമാണെങ്കിലും ഭയങ്കര നിഗൂഢതയുള്ള, ഭയങ്കര ഭാരമുള്ള ഒരു കഥാപാത്രമാണ്. ഇപ്പം തിരിച്ച് നിങ്ങളുടെ അസോസിയേഷനിലെ അടുത്ത സിനിമയാണ് വരുന്നത്. ഈ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള യോണറുകൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന മലയാള സിനിമയിലേക്ക് വരുന്നൊരു സിനിമ കൂടിയാണ്. അതിലുണ്ടാവുന്നൊരു പ്രതീക്ഷ. ഇതിൽ പുതുമയുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട്. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ പല സാഹചര്യത്തിലും പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ സ്ത്രീ പുരുഷ സമത്വം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീയുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ഇൻ്റർപ്രിട്ടേഷൻ വന്നപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല, സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനങ്ങൾ വന്നതാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്.
പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് ഏത് മഹാനായിക്കോട്ടെ ചരിത്രം എടുത്ത് നോക്കിക്കോളൂ, അവരൊന്നും മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള ഇന്നും ഈ കാലഘട്ടത്തിലും ഇതിൻ്റെ വ്യാഖ്യാനം പറയുമ്പോൾ വളരെ കുഴപ്പമുള്ള രീതിയിൽ സ്ത്രീകളെ തളച്ചിടേണ്ടതാണ്, അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളല്ല, അതൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അവിടെയും പുരുഷന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ സ്ത്രീയുടെ കാര്യം മാത്രം പറയുമ്പോൾ നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ പുരുഷന്റെ കാര്യം ഡിസ്കസ് ചെയ്യണം. നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് അവകാശങ്ങളെ കുറിച്ചാണ്. ഏത് രംഗത്തായാലും വിദ്യാർത്ഥികളുടെ അവകാശം, സ്ത്രീകളുടെ അവകാശം, അങ്ങനെ പോകുന്നു. തൊഴിലാളികളുടെ അവകാശം. ഇവിടെ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും അവകാശങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവടായിരിക്കണം, അതിനെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും ആയിരിക്കണം. പക്ഷേ കടമകളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് പലപ്പോഴും പലരും മറക്കുന്നു. ഇവിടെ ഭാര്യയോ ഭർത്താവോ അവകാശത്തിനെ കുറിച്ച് മാത്രം പറയുകയും അവരുടെ കടമ കറക്റ്റായിട്ട് നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ഭാര്യയാണോ ഭർത്താവാണോ അതിന് കാരണം എന്നുള്ള സിനിമ കാണുമ്പം ഇതിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രസകരമായ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഏതൊരാൾക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വിഷയങ്ങൾ, അല്ല നമ്മുടെ സമൂഹത്തിൽ ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ വിഷയങ്ങൾ. മാരീഡ് ലൈഫിൽ ഇഷ്യൂസ് ഇല്ലാത്തവരായി ആരും കാണില്ല. ചെറിയ വഴക്കുകളെങ്കിലും കാണാത്തവരായി, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തെ വളർത്തുക, വലുതാക്കുക എന്നുള്ളത് ഒരു വലിയ വിപത്തായി മാറും. അവിടെ ജീവിതങ്ങൾ തകരും, ചിലർ ജീവൻ വരെ അവസാനിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾക്ക് ഒരു സിനിമയുടെ ഭാഷ്യം നൽകുകയാണ്. ഇതിവിടെ പോസിറ്റീവായിട്ടാണ് നമ്മൾ നല്ലൊരു എൻ്റർടൈൻമെൻ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല ഇതിനെക്കുറിച്ച് ഒരു ഡാർക്ക് പിക്ചർ അല്ല, രസകരമായി കണ്ടുകൊണ്ടിരിക്കുക. ഇതൊരു കഥയായിട്ട് പറയുന്നത് കറക്റ്റാണ്, അത് കറക്റ്റാണ്, ഇത് എൻ്റെ കഥയാണ് കേട്ടോ, ഇത് സെയിം അനുഭവം അതിലൂടെ കടന്നു പോയിരിക്കുകയാണ് ഞാൻ എന്ന് പറയുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നേരത്തെ ചന്ദ്ര സൂചിപ്പിച്ചതുപോലെ ആസിഫ് സെലക്ട് ചെയ്ത കഥ എന്നുള്ള രീതിയിൽ എൻ്റെ റിസ്ക് ഒക്കെ വളരെ കുറവാണ്. എൻ്റെ ആസിഫിൻ്റെ റിസ്ക് വളരെ കുറവാണ്. ആസിഫ് കുറേ ദിവസം ഇരുന്ന് കേട്ട കഥയാണ്, 4 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട കഥയാണ്. ഞാൻ ഈ ഷൂട്ടിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് കേട്ടു, എനിക്ക് ഓക്കെ. അപ്പോൾ ആസിഫ് അലി ഓക്കെ പറഞ്ഞപ്പോൾ ആസിഫ് അലിയുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ചോയ്സും ഒക്കെ തന്നെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. പിന്നെ ഭാഗ്യവും തേടി വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാ കാലത്തും ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നാൽ അതിനവിടെ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ വേണം. നമ്മുടെ ജഡ്ജ്മെൻ്റൊക്കെ ഏത് സമയവും തെറ്റാം. ഇപ്പോൾ ആസിഫിൻ്റെ സെലക്ഷൻ എല്ലാം കറക്റ്റായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതെ, എല്ലാവരും ട്രോഫി എൻ്റെ കയ്യിൽ. മെസ്സി ഈ പറഞ്ഞ പോലെ നമ്മൾ മുന്നേ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സമയത്ത് സംസാരിച്ചപ്പം പോലീസ് വേഷങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് പല പോലീസ് വേഷങ്ങൾ ജഗദീഷ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും ഇതിൽ രണ്ടിനും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അതിനെ ക്രാഫ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു അഭിനേതാവിന്റെ ഇൻപുട്ട് കൂടെയാണല്ലോ. അഡ്വക്കേറ്റിന്റെ വേഷവും മുൻപ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആഭ്യന്തര കുറ്റവാളിയിലെ അഡ്വക്കേറ്റിലേക്ക് എത്തുന്ന സമയത്ത് ജഗദീഷ് ചേട്ടൻ അതിനകത്തേക്ക് ഇട്ടിട്ടുള്ള ഒരു അതിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ആ ഒരു ഫാക്ടർ, ഒന്ന് ക്യാരക്ടറിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വക്കീൽ വാസുവിൻ്റെ ഈ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണലിൻ്റെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹരികൃഷ്ണൻസിൽ ഒരു കുട്ടിയെ ടോർച്ചർ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് മാനിലെ അഡ്വക്കേറ്റ്, അങ്ങനെ കുറേ സൈറാബാനുവിലെ അഡ്വക്കേറ്റ്, അങ്ങനെ കുറേ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. ഇതിലൊന്ന് ഇയാൾ അല്പം ഒരു എന്താ പറയുക ഷാർപ്പാണ്. ഇയാൾ എങ്ങനെയെങ്കിലും കേസ് ജയിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അതിന് ബാക്കിയുള്ള സത്യം, ന്യായം, ധർമ്മമൊക്കെ എത്രത്തോളം അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പടം കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഈ പ്രായത്തിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്, വെറൈറ്റി വരാൻ. ഞാൻ അന്ന് അവതരിപ്പിച്ചിരുന്നതിനേക്കാളും ഒക്കെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ മാനറിസം മാറ്റിയേ പറ്റുള്ളൂ. ക്യാരക്ടറിനെ ഏജ് ആയിട്ടുള്ളൂ കേട്ടോ. അതായത് മുന്നേ ഇന്റർവ്യൂകളിലൊക്കെ പറയാറുണ്ട് ജഗദീഷ് ഒരു മാറ്റമില്ല. ഇതിൽ ക്യാരക്ടർ മേക്കപ്പിൻ്റെ ആയിക്കോട്ടെ അതിനൊരു ഏജ്ഡ് ഫീൽ ചെയ്യുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഏജ്ഡ് ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ്. എൻ്റെ പ്രായത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ അസീസ് വന്നിട്ടുണ്ട്, പിന്നെ ഞാനെന്തിനു പേടിക്കണം? അപ്പൊ അസീസിനെ അത് നാട്ടില് ചെറുപ്പത്തിൽ ജഗദീഷ് എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അതെ, ഇനി ഞാൻ ഇപ്പൊ അച്ഛൻ ആ ലെവലില്, ഞാൻ അപ്പൂപ്പനാകുമ്പോ അച്ഛന്റെ വേഷത്തിലോട്ട്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് പോവാൻ ആൾക്കാർ. രണ്ടുപേരും അച്ഛന്മാരായി വന്ന വാഴ,
അതിലെ കഥാപാത്രം രണ്ടുപേരുടെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അസിസ്കയുടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായാലും വെച്ചാൽ അത്രയും ആഴത്തിലുള്ള, അത് യൂത്തിലായിക്കോട്ടെ ഫാമിലിക്കായിട്ട് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ആഴമുള്ളൊരു കഥാപാത്രമായിരുന്നു. അതേപോലെ തന്നെ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റിലെ മനോജ് ഡോക്ടർ, അദ്ദേഹം ആ നഗരവുമായിട്ട് എത്ര ഏലിയനേറ്റഡ് ആകുന്നു, ആ ഭാഷയോട് എത്ര വിട്ടു നിൽക്കുകയാണ്, അതെല്ലാം അറിയുന്ന ഒരു കഥാപാത്രം. കണ്ണൂർ സ്ക്വാഡിൽ വരുമ്പോഴും അതേപോലെ അയാളെല്ലാം മുക്കുന്ന മനുഷ്യനാണെന്ന് പറയുന്നു, അതേസമയം അയാളോട് നമുക്ക് എമ്പതൈസ് ചെയ്യാൻ പറ്റുന്നു. ഈ ഒരു വൈവിധ്യം കൊണ്ടുവരാൻ കഥാപാത്രങ്ങളിലേക്ക് സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ തമാശകളും വരുന്നുണ്ട്. ഈ കരിയറിന്റെ ഈ മൊമെന്റിനെ എങ്ങനെ കാണുന്നു? അത് എപ്പോഴും പറഞ്ഞ പോലെ ദൈവാധീനം തന്നെയാണ്. പിന്നെ ആസിഫ് പറഞ്ഞ പോലെ നമുക്ക് നല്ല തിരക്കഥകൾ കിട്ടുമ്പോഴാണ് ഒരു സൃഷ്ടി, അതായത് നമ്മൾ ഒരു കഥാപാത്രമായി അത് ജീവിക്കുന്ന ഒരു സൃഷ്ടി ഉണ്ടാകുന്നത്. അത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ആസിഫ് അത് ഏറ്റെടുക്കുമ്പോൾ സൈഡിൽ കൂടെ നമ്മളത് വീണ്ടും ആസിഫല്ല, നമ്മുടെ എല്ലാവരും അവരെ ആദ്യമേ ഏറ്റെടുത്ത. ഇപ്പൊ ബേബി ഗേൾ എന്ന സിനിമ, അത് എൻ്റെ അടുത്ത് കഥ പറയാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആരാണ് ഹീറോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നിവിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് കേൾക്കണ്ട, ഞാൻ കേട്ടില്ല. അത് ഒരു തരത്തിലുള്ള ഒരു പോകുന്ന ഒരു രീതിയാണ്. പക്ഷെ അത് മഹാഭാഗ്യങ്ങളാണ്. ഇപ്പോൾ ഓൾ ദി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഒരു ഹിന്ദി അറിഞ്ഞാത്തൊരു ഡോക്ടറായിരുന്നു. അപ്പൊ എനിക്ക് അത് ഹിന്ദി അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അഭിനയിച്ചില്ല. മനസ്സിലായില്ല, അഭിനയിച്ചില്ല, അത് ജീവിക്കുകയായിരുന്നു. പിന്നെ വാഴ എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ അതൊരു റിസ്ക് പിടിച്ചൊരു ക്യാരക്ടറായിരുന്നു. ഇപ്പൊ പറഞ്ഞില്ല, ആസ്വാദന ശൈലി, അതായത് മനുഷ്യന്മാരുടെ ആസ്വാദന ശൈലികളെല്ലാം മാറിക്കൊണ്ടിരിക്കുക. പണ്ട് ബഹദൂർ സാറൊക്കെ, അട്ടുപാസി സാറൊക്കെ ആ കോമഡികളല്ല നമ്മൾ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ആസ്വദിക്കുക. പിന്നെ രണ്ടാമത് സാറ്, അങ്ങനെയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ. പിന്നെ അതിനുശേഷം സലീം ഏട്ടൻ, സുരാജ് ഏട്ടൻ, അങ്ങനെയുള്ള കുറെ കോമഡികൾ. അതിനുശേഷമാണ് പിന്നെ നമ്മൾ വരുന്നത്, നമ്മളെ കാലഘട്ടത്തിലെ കോമഡി. ആ കോമഡി പോലും ഇപ്പോൾ റീൽസ് കാണുന്ന കോമഡി കാണുന്ന ആസ്വാദന ശൈലിയല്ല നമ്മുടെ കോമഡി. നമ്മളത് വെറുത്തിട്ടുണ്ട്. ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പൊ റീൽസ് കോമഡികളാണ് ഇപ്പൊ എല്ലാവരും ഹിറ്റായിക്കൊണ്ട്. ഇപ്പൊ അവരൊക്കെയാണ് ഇപ്പൊ സിനിമാ താരങ്ങളും. എല്ലാ സിനിമകളിലും റീൽസ് ചെയ്യുന്ന പയ്യന്മാരാണ്. അപ്പൊ ആസ്വാദന ശൈലികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാഴ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ യൂത്തിനും പഴയ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടത്, അത് ഞാൻ പറഞ്ഞില്ല, ദൈവാധീനം തന്നെയാണ്. ചെയ്യാൻ കിട്ടിയതും മഹാഭാഗ്യം. അതില് ക്ലൈമാക്സില് അസീസ്കയുടെ ഒരു മറുപടി ഉണ്ട്. അത് ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ റീലായിട്ടെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ സിനിമയുടെ ക്ലൈമാക്സിൽ മൊത്തത്തിൽ തന്നൊരു ഇമോഷൻ ഉണ്ട്. അതായത് നമുക്കതില് ഫൈറ്റ് ബാക്ക് ചെയ്യാൻ കൂടെ നമ്മുടെ അച്ഛനുണ്ട് എന്ന് പറയുന്ന ആ ഒരു ആശയം അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആളുകളിലേക്ക് കൊടുത്തതാണ്. ആ രംഗം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കൂടെയാണ്. അതിൽ തോന്നിയിട്ടുള്ള ഒരു ഫീൽ എന്താണ്? ഫിലിപ്പോ എന്നോട് കഥ വിവിൻ പറഞ്ഞു. അപ്പം സാറിൻ്റെ അടുത്തും പറഞ്ഞു, സാറേ ഇതിനകത്ത് ചെറിയ സംഭവമാണ്, പക്ഷെ ഇതിൽ ക്ലൈമാക്സിൽ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെയാണ് എന്നോടും പറഞ്ഞത്. അച്ഛന്മാർക്ക് ക്ലൈമാക്സിലാണ് അച്ഛന്മാർക്ക് കയ്യടി കിട്ടുന്ന സാധനങ്ങളുണ്ട്. അത് മാത്രമല്ല, ബാക്കിയെല്ലാം സൈഡിൽ കൂടെ പോകുന്ന സാധനങ്ങളാണ്. മക്കളാണ് ഇന്ന് പൊരിക്കുന്നു പറഞ്ഞു. അപ്പൊ ആ സംഭവം ഞാൻ ഫസ്റ്റ്, സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ വായിച്ചു നോക്കിയത് ആ ക്ലൈമാക്സിലെ സാധനങ്ങളാണ്. വായിച്ചു നോക്കി എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി വായിച്ചപ്പോൾ തന്നെ ടെൻഷൻ അടിച്ചു. കാരണം ഒരുപാട് ഡയലോഗുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അത് ഏത് ഇമോഷൻസിൽ കൊണ്ടുവരണം, എങ്ങനെ കൊണ്ടുവരണം. അപ്പം നാളെ ഷൂട്ടായി. അതിന്റെ പിറ്റേന്ന് സാറിന്റെ ഷൂട്ട് കിടക്കായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് വീണ്ടും ഗുരുവായൂരമ്പലം നടയിൽ ഷൂട്ട് പോയി. അങ്ങനെ ബ്രേക്ക് ചെയ്ത്. അപ്പൊ എനിക്ക് ഒരു മാസം സമയം കിട്ടി. അത് നന്നായിട്ട് കാണാതെ പഠിച്ചു. അതായത് നമ്മുടെ ആക്ടിങ് ശൈലി നമ്മൾ പഠിക്കില്ല, ഡയലോഗുകൾ മാത്രമേ പഠിക്കൂ. കാരണം അതൊന്ന് ഡയറക്റ്റാണ് പറയുന്നത്, ചേട്ടാ ഇങ്ങനെ ചെയ്താൽ മതി, ആ ഒരു സാധനം കൊണ്ടാൽ മതി എന്നൊക്കെ പറയും. നമ്മൾ ചെയ്യും, പക്ഷെ അതിനെ മാറ്റുന്നത് ഞാനിപ്പോൾ ഡയറക്ടർ ആർട്ടിസ്റ്റുകളാണ്, അല്ലാതെ സ്വയം ചെയ്ത് ഫലിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളൊന്നും ഒരിക്കലും അല്ല ഞാൻ. അപ്പോൾ അത് ഒരു മാസം സമയം കിട്ടി. പക്ഷെ അത് ഫുൾ കാണാതെ പഠിച്ച് ആ ഷൂട്ടിൻ്റെ അന്ന് വീണ്ടും ആ ഫുള്ള് ഡയലോഗ് മാറ്റി. ഇപ്പം നിങ്ങൾ കാണുന്ന ഡയലോഗ് സ്പോട്ടിൽ എനിക്ക് എഴുതി തന്നതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയുകയാണ് ദൈവാധീനമാണ്. അതൊരു ലക്ക് ഫാക്ടറിനെ പറ്റി എപ്പോഴും ആസിഫ് സംസാരിക്കാറുണ്ട്. ഇപ്പം ഈ മുന്നേ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇപ്പം ഇബിലിസ്, നേരത്തെ പറഞ്ഞ ഇബിലിസ് ആവട്ടെ, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനാവട്ടെ, ഒഴിമുറി ആവട്ടെ, ഇത്തരം സിനിമകളിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ ലക്ക് ഫാക്ടർ തിയേറ്ററിൽ വർക്കാവാതെ പോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് ഈ പറഞ്ഞ പോലെ OTT വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ഇന്ന് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ തെരഞ്ഞെടുപ്പുകളിൽ ലൈക്ക് ഓഡിയൻസ് കാണാത്ത എന്തെങ്കിലും ആസിഫിൽ കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് കൺവിൻസ്ഡ് ആവുന്ന
സ്ക്രിപ്റ്റുകൾ ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകളാണോ എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളൂ. അതിൽ കൂടുതൽ ഒരു ക്രൈറ്റീരിയയും സ്ക്രിപ്റ്റ് സെലക്ഷന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമുക്കൊരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇത് കൊള്ളാം, ഇത് 100 ദിവസം ഓടും, അല്ലെങ്കിൽ ഇത് 50 ദിവസം, ഇത് സൂപ്പർ ഹിറ്റ് ആവും എന്നൊന്നും നമുക്ക് ഒരിക്കലും സ്ക്രിപ്റ്റ് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൺവിൻസ്ഡ് ആവുന്നത് നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് ചെയ്യുക. അത്ര മാത്രമാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് സ്ക്രിപ്റ്റ് സെലക്ഷന് കാണുന്നുള്ളൂ ഞാൻ. പിന്നെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതിലുള്ള ഇപ്പം അസീസ് ഖാനെ പറ്റി പറയണോ ആനന്ദിനെ പറ്റി പറയണോ, ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് നിന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ സിനിമകളിൽ ഇവർക്ക് കിട്ടിയൊരു ബ്രേക്ക് ഉണ്ട്. അതായത് വളരെ കംഫർട്ടബിൾ ആയി ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുതിയത് ട്രൈ ചെയ്തു. ഈ പറഞ്ഞ വാഴയിൽ അദ്ദേഹം അച്ഛനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഇമ്മീഡിയറ്റ് അടുത്ത സിനിമകളിൽ അഭിനയിക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടേഴ്സിന്റെ ഡൈവേഴ്സിറ്റി ഭയങ്കരമാണ്. ഇപ്പൊ ആനന്ദിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രൂണോ എന്ന് പറഞ്ഞ അല്ലെ പൊന്മാനിലെ ക്യാരക്ടർ ഒരിക്കലും നമ്മൾ കണ്ട ആനന്ദല്ല അത്. നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ ആ ക്യാരക്ടർ സെലക്ഷനിലൂടെ നമുക്ക് എത്ര ബെനിഫിറ്റ്സ് ഉണ്ടാവും, അല്ലെ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കാണിക്കാൻ ഒരു അവസരം കിട്ടുന്നതാണ് ശരിക്കും ഒരു ആക്ടറിന്റെ സ്ക്രിപ്റ്റിൽ സെലക്ഷനിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അല്ലാതെ ഇതൊരു നല്ല സിനിമയാകും എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർസ് എല്ലാം നല്ല സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ. എത്ര വർഷമായിട്ട് അവർ എത്ര സിനിമകൾ ചെയ്യുന്നതാണ്. അവർക്കൊന്നും കിട്ടാത്തൊരു ഫോർമുല ഈ ചുരുങ്ങിയ നാളുകൊണ്ട് നമുക്ക് ആർക്കും കിട്ടില്ല. ഫ്ലോപ്പ് സിനിമകൾ വന്നിട്ടുണ്ട്, വലിയ ഇടിവ് വന്നിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും പ്രേക്ഷകർക്ക് ആസിഫ് അലി എന്ന് പറയുന്ന നടനോടൊരു വല്ലാത്ത ഫീൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവർ കാണുന്നു. ഇപ്പം സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അവിടെയെല്ലാം അപ്പോഴും ഒരു സ്ക്രീനിന് പുറത്തുമുള്ള ആസിഫ് അലിയും അവിടെ ചർച്ചയാവുന്നുണ്ട്. ഈ പ്രേക്ഷകരുടെ സ്നേഹം കഥാപാത്രങ്ങളുടെ അപ്പുറത്തേക്കും വരുന്ന ഒരു ഭാഗ്യമല്ലേ? പിന്നെ ഉറപ്പായിട്ടും അതെ. ഈ താൻ ചോദിച്ച പോലെ സിനിമകൾ മോശമാവുന്ന സമയത്തും ആസിഫ് എന്നെങ്കിലും ഒരു നല്ല സിനിമ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എൻ്റെ എല്ലാ സിനിമകളും പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു പ്രേക്ഷകരുണ്ട്. ആ സിനിമകൾ ഇപ്പം നന്നായി നല്ല സിനിമകൾ ചെയ്യുമ്പോഴും അവർക്ക് കിട്ടുന്ന സന്തോഷം, അവർ തരുന്ന ധൈര്യം തന്നെയാണ് ആ ഫ്യൂവൽ എന്ന് പറയുന്നത് നമുക്ക്. അപ്പൊ അതിന് എപ്പോഴും കടപ്പെട്ടതാണ്. അതിനും കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഒരിക്കലും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അതൊരിക്കലും ആസ്വദിച്ചിട്ടുമില്ല. തീർച്ചയായിട്ടും അതിനെ ബഹുമാനിക്കുന്നുണ്ട്. OTT-യിൽ വരുന്ന സമയത്ത് സ്വീകരിക്കപ്പെടുന്ന സിനിമകളുണ്ട്, സ്വീകരിക്കപ്പെടാതെ പോകുന്ന സിനിമകളുണ്ട്. ഒരു കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമകൾ പോലും OTT-യിൽ വരുമ്പോൾ വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ പഴയ സിനിമകളെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്ന് അതിനെ വിമർശിക്കുന്ന ടെൻഡൻസിയും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. പുതിയത് എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ അവർ തൃപ്തരാവില്ല എന്ന് വ്യക്തമാക്കുന്ന ഓഡിയൻസ് ആണ്. ഈ ഒരു മാറ്റം ഒരു കഥാപാത്രത്തെ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനകത്തെ ഡയലോഗുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത്രയും സൂക്ഷ്മത ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സൂക്ഷ്മത വേണം. കാലം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് പണ്ട് ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ്, അത് കണ്ടു, അത് കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവാം. ഈ അനാലിസിസ് ഇപ്പോഴാണ്, അതിൻ്റെ ഒരു ഇവാലുവേഷൻ ഇപ്പോഴാണ്, മാർക്കിടുന്നത് ഇപ്പോഴാണ്. ചുവന്ന മഷി പേനയായിട്ട് പ്രേക്ഷകനിരിക്കുകയാണ്, വാ കാണിച്ചു തരാം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അഭിനയം അനാവശ്യമായിട്ട് നമ്മൾ കൈയെടുക്കുക, കാലെടുക്കുക, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ പുരികം അനാവശ്യമായിട്ട് ചലിപ്പിക്കുക, ഇതൊക്കെ OTT-യിൽ വരുമ്പോൾ സൂം ചെയ്ത് നോക്കി എല്ലാം കണ്ടുപിടിക്കുന്ന കൂട്ടത്തിലാണ് ഓവർ ആക്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആസിഫ് അലിയോടുള്ള ഇഷ്ടത്തിൻ്റെ കാര്യം ചന്ദ്ര ചോദിച്ചില്ലേ, ആസിഫ് അലി എന്നല്ല, ആക്ടേഴ്സ് എഫേർട്സ് എടുക്കുന്നു എന്ന് തോന്നിയാൽ പ്രേക്ഷകർക്ക് അവരോട് ഇഷ്ടം തോന്നും. നേരെ മറിച്ച് ആസിഫ് എഫേർട്സ് എടുക്കുന്നില്ല, ആസിഫ് ഒരു ഉഴപ്പനാണെന്ന് പെർഫോമൻസിലൂടെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആസിഫിനോടുള്ള താല്പര്യം കുറയും, എന്നോടുള്ള താല്പര്യം കുറയും. ഒരു എഫേർട്സ് കൊടുക്കുന്നില്ല, അയാൾ കാശിന് വേണ്ടി മാത്രമാണ് നിൽക്കുന്നതെന്നൊരു തോന്നൽ പ്രേക്ഷകന് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ രക്ഷപ്പെടാൻ. നേരെ മറിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യാം, അങ്ങനെ സംഭവിച്ചു പോയി, സാരമില്ല, അയാളൊക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ അയാൾക്ക് ഒന്നും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നേ പറയുള്ളൂ. അപ്പോൾ സത്യസന്ധമായി വിലയിരുത്തുന്ന പ്രേക്ഷകരെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്ലസ്സാണ്. നമ്മൾ പ്രേക്ഷകരെ ചുമ്മാ അത് വിജയിപ്പിച്ചില്ല, ഇത് വിജയിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ വിജയിപ്പിക്കാതിരിക്കുന്നതിന് മതിയായ കാരണം എപ്പോഴും കാണും, എന്തെങ്കിലുമൊക്കെ കാണും. അല്ല അവരെ അടച്ച് ആക്ഷേപിക്കുന്നതിന് പകരം അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അവർ ഒരു നല്ല ക്രിറ്റിസിസം നടത്തുമ്പം അത് മനസ്സിലാക്കി അത് റിപ്പീറ്റ് ചെയ്യാനെങ്കിലും നമ്മൾ ശ്രമിക്കാതിരിക്കുക, റിപ്പീറ്റ് ചെയ്യാനുള്ള ശ്രമമെങ്കിലും നടത്താതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതിലും അതിൻ്റെ പെർഫോം ചെയ്യുന്നതിലും ഒക്കെ തന്നെ നമ്മൾ സാധാരണ ഉള്ള ഒരു കാര്യത്തിൽ ഒരു അദൃശ്യ ശക്തി എന്നോ ദൈവം എന്നൊക്കെ പറയുന്ന പോലെ, ദൈവഭയം എന്നൊക്കെ പറയുന്ന പോലെ പ്രേക്ഷകരെ ഭയന്ന് തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോ നിമിഷവും. അത് വേണം, അത് നാടകത്തിലും അങ്ങനെയാണ്.
ആ പ്രേക്ഷകർ ഇവിടെ ഇരിക്കുമ്പം നമ്മൾ അരങ്ങിൽ നിൽക്കുമ്പോൾ ഒരു ഭയഭക്തി ബഹുമാനത്തോടുകൂടി വേണം നമ്മൾ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ. അവർ ദൈവത്തെ പോലെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അവരെ നമ്മൾ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ്, നമ്മുടെ ശ്രദ്ധയില്ലാതെ ഡയലോഗ് തെറ്റിക്കുക, നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട്, അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ക്ഷമിക്കും. നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇന്നത്തെ പ്രേക്ഷകർ വളർന്നു കഴിഞ്ഞു, കാലം ഒരുപാട് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അഭിനയത്തിൻ്റെ സാധ്യതകൾ, ക്യാമറയുടെ സംഭവങ്ങൾ, എഡിറ്റിങ്ങിൻ്റെ സംഭവം, മ്യൂസിക്കിൻ്റെ, റീ റെക്കോർഡിങ്ങിൻ്റെ എല്ലാത്തിനെക്കുറിച്ചും അവനവന് ധാരണയുണ്ട്. ചിലപ്പോൾ ഈ ടെക്നീഷ്യൻസിൻ്റെ അത്ര ധാരണ ഉണ്ടാവില്ല, പക്ഷേ എന്നാൽ പോലും ഏകദേശ ധാരണയുണ്ട്. ആ ധാരണയ്ക്ക് അനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് സിനിമയുടെ എല്ലാ സൈഡിൽ നിന്നും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ മാർക്കറ്റിങ്ങിൽ പോലും നമ്മൾ അതിരുകവിഞ്ഞ അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ അതിന് തന്നെ അവർ പ്രതികാരം ചെയ്യും. എന്താ പറഞ്ഞ് ഭയങ്കര സംഭവം ഇല്ലേ, ഇതാണോ ഭയങ്കര സംഭവം? നേരെ പറഞ്ഞ് നമ്മൾ വിനയത്തോടെ പറയാണ് ഇത് ഇന്നയാണ്. ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത് നമ്മളിലുള്ള കുറ്റവാളികൾ, ഒരു സമൂഹത്തിൽ ഒരുപാട് കുറ്റവാളികളുണ്ട്. അതിൽ ഭർത്താക്കന്മാരിൽ കുറ്റവാളികളുണ്ട്, ഭാര്യമാരിൽ കുറ്റവാളികളുണ്ട്. ഇവിടെ സഹദേവൻ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ശ്രമമാണ് സംവിധായകൻ നടത്തിയിട്ടുള്ളത്. നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും, ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും സിനിമ അത്രേ ഉള്ളൂ. അതാണ്, അത് പറഞ്ഞാൽ മതി. അല്ല, അതിപ്പോ സാർ പറഞ്ഞത് കറക്റ്റാണ്. കാരണം എന്താ അറിയോ, ഇപ്പൊ നമ്മളെ ഈ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഉള്ളില് OTT ഇത് കൊടുക്കാം, അല്ലെങ്കിൽ തിയേറ്ററിന് അത് കൊടുക്കാം എന്ന് ഒരു ആക്ടറിന്റെ മനസ്സിൽ വന്നു പോയാലേ അഭിനയം നിർത്തി വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഭിനയിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ട് പറ്റില്ല. നമ്മളിപ്പോ അഭിനയിക്കുമ്പോ തന്നെ നമ്മൾ ആ സീൻ അല്ലെങ്കിൽ അപ്പോഴുള്ള ആ സീൻ ഓക്കെ ആക്കുക, നന്നാക്കുക എന്നല്ല. അതെ, അതിലുപരി തിയേറ്ററോ OTT ചിന്തിച്ചാൽ തീർന്നു, ചിന്തിക്കാൻ പോയേ ചെയ്യരുത്. പിന്നെ ഇപ്പൊ പാൻ ഇന്ത്യ ഉണ്ട്. ഏറ്റവും ഒരു നടൻ ഏറ്റവും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോമൺ സെൻസ്. കോമൺ സെൻസ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ഞാനിവിടെ ആസിഫ് അലി എഴുതിക്കൊണ്ട് പറയാം. ആസിഫ് അലിയായിട്ട് ഞാനോ അസീസോ ബിഹേവ് ചെയ്യുമ്പോൾ ഒന്ന് ആസിഫ് അഭിനയിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് കാപ്പയിലെ ഒരു സീനിൽ ഞാനും ആസിഫും കൂടെ അഭിനയിച്ച ക്ലൈമാക്സിന് അടുപ്പിച്ചൊരു സീനിൽ അഭിനയിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ആസിഫെ കലക്കി അത് കലക്കി, പക്ഷെ നമ്മുടെ മുഖത്ത് അതുകൊണ്ട് ആ സീൻ വർക്കായി. ഒന്നും പറഞ്ഞില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അത് എങ്ങനെയുണ്ട് പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടില്ല, ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ആ സീൻ ഡിസ്കസ് ഗോഡ് ഫാദറിൽ കാണിച്ച പോലെ ആ ഫീലിംഗ് അപ്പൊ ഉണ്ടായി. അതിന് പിന്നെ വേറൊരു സന്തോഷം കിട്ടിയെന്നാൽ ഷാജി കൈലാസ് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗംഭീരമായി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പുള്ളി അങ്ങനെ പറയാറില്ല, അങ്ങനെ എടുത്ത് പറഞ്ഞു. അപ്പോൾ ആ വൈബ് എന്ന് പറയുന്നത്, അപ്പോൾ ആസിഫിനെ കൂടെ അഭിനയിക്കുമ്പോൾ ആസിഫിൻ്റെ മീറ്ററോ ആസിഫിൻ്റെ ഒരു രീതി അനുസരിച്ചോ എൻ്റെ കൂടെ ആസിഫിൻ്റെ കൂടെ നിൽക്കുന്ന ആ ക്യാരക്ടർ പെർഫോം ചെയ്യുമ്പോൾ ആസിഫിന് ഒരു സന്തോഷം ഉണ്ടാകും. എനിക്ക് ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ സീനിൽ ആസിഫിൻ്റെ കോൺട്രിബ്യൂഷൻ എനിക്ക് സഹായമാവും. അപ്പോൾ കോമൺ സെൻസ് എന്ന് പറയുന്നത് ആസിഫിന് സ്കോർ ചെയ്യേണ്ട ഒരു സീനിൽ എൻ്റെ ഒരു നോട്ടമോ ശ്രദ്ധക്കുറവോ ആസിഫിന് സ്കോർ ചെയ്യാനുള്ള സാധ്യതയാണ് ഇല്ലാതാക്കുന്നത്. അത് ആസിഫ് എൻ്റെ അടുത്ത് പറയില്ല. എൻ്റെ സീനിയോറിറ്റി വെച്ച് ആസിഫ് ജഗദീഷ് ഏട്ടാ പറയില്ല, ആസിഫ് ഒരിക്കലും പറയില്ല എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഏട്ടാ എന്നേ പറയുള്ളൂ. അതെന്തുകൊണ്ട് കോമൺ സെൻസ്. അയാൾ എന്തിനു വിഷമിപ്പിക്കുന്നത്, എന്തായിരുന്നാലും സീൻ ഞാൻ ആഗ്രഹിച്ച പോലെ വന്നില്ല. അത് തിരിച്ചറിയണം നമ്മൾ. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ബിഹേവിയർ സിനിമ സെറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ജോവിയലാണ്, എല്ലാവരും ബഹളമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതെന്നൊക്കെ പറയും. ഏത് സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം. ഇപ്പോൾ പ്രിയൻ കാരവനിലേക്ക്, ഞാൻ ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു, പ്രിയൻ കാരവനിൽ വന്നിരിക്കാൻ പറയും, പ്രിയൻ്റെ കാരവനിൽ വന്നിരിക്കാൻ പറയും. ഞാൻ പ്രിയനുമായിട്ട് സംസാരിക്കും. ഒരു പ്രൊഡ്യൂസറോ വേറൊരാളോ വരാൻ നേരത്തെ ഞാൻ ഇറങ്ങിപ്പോകും. പ്രിയൻ എടുത്ത് ചോദിക്കും നീ എവിടെ പോകണം, നീ ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു വേണ്ട എപ്പോൾ പോയിട്ട് വരാം. അവർ ബിസിനസ് സംസാരിക്കാൻ നേരത്ത് ഞാൻ അവിടെ ഇരിക്കാൻ പാടില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പ്രിയദർശൻ. പക്ഷേ പ്രിയദർശൻ്റെ ബിസിനസ് സംസാരിക്കാൻ നേരത്ത് ഞാൻ അവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു കോമൺ സെൻസ് എനിക്കുണ്ട്. ഇല്ലെങ്കിൽ പ്രിയൻ അപ്പോൾ ഒന്നും പറയില്ല, നീ ഇരുന്നോന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂടെയുള്ള ആക്ടേഴ്സിന് അവരുടെ കംഫർട്ട്, എൻ്റെ കംഫർട്ട് ദോഷകരമായി ഒന്നും വരുത്താതിരിക്കാൻ ആസിഫ് ശ്രമിക്കും. ആസിഫിന് കുഴപ്പം വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അസീസ് എൻ്റെ കാര്യം നോക്കിയിട്ട് തമാശയൊക്കെ പറയും, പക്ഷേ ഏത് ലെവൽ വരെ പോവാം, എന്ത് തമാശ എന്നുള്ള അസീസിനൊരു നിർണയം ഉണ്ടാവും, ഒരു തീരുമാനിക്കും. ഈ കോമൺ സെൻസ് ഷൂട്ടിംഗ് തൊട്ട് നമ്മുടെ അഭിനയത്തിൽ തൊട്ട് ഇതിൻ്റെ പ്രൊമോഷൻ വരെ അതിനകത്ത് ആ കോമൺ സെൻസ് ഉണ്ട്. അതാണ് നിങ്ങളിപ്പോൾ അതാണ് വേണ്ടത്. ഏതുവരെ ആകാം, എന്തൊക്കെ ആകാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു വൈബുണ്ട്. നമ്മൾ എത്രയോ തുടർച്ചയായിട്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഇത് എത്രയോ ഈ അഭിമുഖമായി എന്നറിയാമോ.
എന്നിട്ട് നമ്മൾ ബോറടിക്കാതെ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാര്യമല്ല, പല പല ഈ പറയുന്ന പോലെ സിനിമയെ പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, സിനിമയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുന്നതിന് സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് മാറിപ്പോവുക എന്ന് പറയുന്നത് ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബ്ലെസ്സിങ് അല്ലേ. ഇപ്പൊ ടെക്നീഷ്യൻസിന് പോലും പറ്റാത്തൊരു കാര്യമാണ് എപ്പോഴും സിനിമ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ, സിനിമ കണ്ടുകൊണ്ടേയിരിക്കാൻ പറ്റുന്നു, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അത് ഞാൻ കോമൺ ആയിട്ട് 3 പേരോടും ചോദിക്കുകയാണ്, അത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഹൈ എന്താണ് ഈ സിനിമയിൽ ജീവിക്കുക എന്ന് പറയുന്നത്? ഇപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓരോ ലൈഫ് സ്റ്റൈല്, ഓരോ ഐഡന്റിറ്റി, അത് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. ഇപ്പൊ ഓരോ സിനിമയിൽ ചെല്ലുമ്പോഴും നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സ് ഓരോന്നാണ്. ഡ്രസ്സിങ് മുതല്, സംസാരം മുതല്, ആറ്റിറ്റ്യൂഡ് മുതല് എല്ലാത്തിനും ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം വരും എന്ന് എനിക്കറിയില്ല, എങ്കിലും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂട്ടി നിർത്തുന്ന ഫാക്ടർ സിനിമയാണ്. നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എപ്പോഴും അധികവും സംസാരിക്കുന്നതും സിനിമയാണ്. അപ്പൊ അത് ശരിക്കും എനിക്ക് തോന്നുന്ന അതുകൊണ്ടായിരിക്കാം ഈ സിനിമാക്കാർക്ക് പ്രായമാവുന്നില്ല എന്നൊരു പരിധി വരെ പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നത് രാജമൗലി വലിയ ഭാഗ്യവാനാണ്. കാരണം ബാഹുബലി അയാൾക്ക് ആദ്യം കാണാൻ പറ്റിയല്ലോ. നമ്മൾ കാണുന്നതിന് മുമ്പൊക്കെ അയാൾക്ക് കാണാൻ പറ്റില്ല ഫുള്ളായിട്ട്. അപ്പൊ അത്രത്തോളം സിനിമയോട് നമുക്ക് പാഷനുണ്ട്. പിന്നെ ചന്ദ്ര ചോദിച്ച ഒരു കാര്യത്തിൽ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, സീനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനപ്പുറം അവരവർക്ക് അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ലൈഫ് വേറെ കിടപ്പുണ്ട്. അത് ഇതിന്റെ ഇടയിൽ തന്നെ പാരലായിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഈ സിനിമയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് സിനിമയെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ കുട്ടികളുമായിട്ടാണ്. ഇന്നെടുത്ത സീനിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെയാണ്, എത്ര പ്രതീക്ഷയുണ്ട്, അവർ ഓരോരുത്തർ ചോദിക്കും സിനിമ എങ്ങനെയുണ്ട്, നന്നായിട്ട് വരുമോ, അച്ഛൻ്റെ റോൾ എങ്ങനെയുണ്ട്, ഇന്നത്തെ സീൻ ഇങ്ങനെ നന്നായ. ഞാൻ കേട്ടിട്ടുള്ളൂ സാർ ലീലയിലെ ആ ക്യാരക്ടർ വന്നപ്പോഴും കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. ഇതിന്റെ ഒരു ബൗണ്ടറി കൂടെ ഉണ്ടല്ലോ. അതായത് സിനിമ ആ കഥാപാത്രമായിട്ട് ജീവിച്ചാൽ ഒരിക്കലും അതൊരു പേഴ്സണൽ ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ആളുകളെ സ്വാധീനിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതിനെ കട്ട് ഓഫ് ചെയ്ത് പഴയ ജഗദീഷായി തന്നെ വീട്ടിലെത്തുക എന്ന് പറയുന്നത് ഒരു ഫാക്ടർ അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അത് ഒരു ആക്ടർക്ക് പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മളിവിടെ എത്ര ക്രൂവലായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിരുന്നാൽ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത സെക്കൻഡിൽ അതിൽ നിന്നും നമുക്കൊരു മോചനം കിട്ടും. അതല്ല ഇതിന്റെ ഒരു ചില ആക്ടേഴ്സിന് അങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു ഹാങ് ഓവർ നമുക്ക് പോയിട്ടില്ല ഇന്നലെ ചെയ്ത്. എനിക്ക് അങ്ങനെയല്ല. ചില സിനിമകൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവും. കിഷ്കിന്ധകാണ്ഡം ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം പല സമയത്തും പല സീക്വൻസ് ചെയ്യുമ്പോഴും നമ്മൾ അത് പേഴ്സണലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടിയുടെ സീക്വൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ഇമോട്ട് ചെയ്യാനായിട്ട് നമ്മളെ മനസ്സിൽ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ചില ദിവസങ്ങളിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എപ്പോഴും അത് ക്യാരി ചെയ്യാറുണ്ടെന്നോ എല്ലാ ക്യാരക്ടേഴ്സിനും കിട്ടാറുണ്ടെന്നും എനിക്ക് തോന്നാറില്ല. ചിലത് സിനിമയായിട്ട് റിയൽ ലൈഫായിട്ട് ഭയങ്കര ബന്ധം കാണും. കാരണം പൊന്നാരൻ തോട്ടത്തെ രാജാവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ച ഒരു സീനെന്ന് പറയുന്നത്, പച്ചക്കറി കടയിൽ ഞാൻ പോയി കുറച്ച് 1/4 കിലോ മുളക്, 1/4 കിലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പം കൂടുതൽ ഓർഡർ ചെയ്ത ഒരു ലേഡി വരുമ്പം അവരിലേക്ക് ശ്രദ്ധ പോയി ഈ കച്ചവടക്കാരൻ മുഴുവൻ അവർക്ക് കൊടുക്കുന്നു. ഇത് എനിക്ക് റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. ഞാൻ ചാലയിൽ പോയി ചെറിയ തോതിൽ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞിരുന്നാൽ ഇത്ര രൂപയ്ക്ക് സാമ്പാറിൻ്റെ പച്ചക്കറി, ഇത്ര രൂപയ്ക്ക് അവിയലിൻ്റെ പച്ചക്കറി എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത്ര രൂപയ്ക്ക് കൊടുത്താൽ സാമ്പാറിൻ്റെ ഇത്ര 2 രൂപയ്ക്ക് സാമ്പാറിൻ്റെ പച്ചക്കറി, 1 രൂപയ്ക്ക് അവിയലിൻ്റെ പച്ചക്കറി എന്നാണ് പറയുന്നത്. അല്ല ഇത്ര വെള്ളരിക്ക എന്നുള്ളതല്ല. അതിന് നമ്മളിങ്ങനെ പറയാൻ നേരത്തെ വേറൊരാൾ എന്ന് പറയുന്നത് ഒരു 3 വെള്ളരിക്ക എന്ന് പറയുന്ന നേരത്ത് എൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് അയാളുടെ അടുത്ത് പോകും. ഈ 3 വെള്ളരിക്കയും 5 പടവലക്കയും ഒക്കെ പറഞ്ഞ 5 കിലോ വെണ്ടയ്ക്കയും പറയുന്ന ആളുടെ അടുത്ത് പിന്നെ അയാൾക്ക് കൊടുത്ത് തീരുന്നവരെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് റിയൽ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പള്ളാശ്ശേരി എഴുതി വെച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ സീൻ അഭിനയിച്ചപ്പോഴും ഡബ് ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് സങ്കടം വന്നു. അനിൽ ബാബുമാരി ചോദിച്ചു എന്താണ് കണ്ണൊക്കെ നിറഞ്ഞത്, ഇത്രയും വലിയ സെൻറ്റിമെൻ്റൽ സീനാണോ? ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീനാണ്, ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ്. കാരണം ഒരു ഇടത്തരക്കാരൻ്റെ, ഒരു സാധാരണക്കാരൻ്റെ അവനെ അവഗണിക്കുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പള്ളാശ്ശേരിയെ പോലുള്ള ഒരു സാധാരണക്കാരനെ എഴുതി ഫലിപ്പിച്ചപ്പോൾ അത് അഭിനയിച്ചപ്പോഴും ഒക്കെ തന്നെ എനിക്കും ഇമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ക്യാരക്ടർ വരുമ്പോൾ അത് കുറച്ച് നേരമൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകും. അല്ലാതെ ചില ക്യാരക്ടേഴ്സ് ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു ഹാങ് ഓവറായിട്ട് കുറേ നേരമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക സ്വാഭാവികം. പക്ഷെ അല്ലെങ്കിൽ ആക്ടിങ് വേറെ, ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സെക്കൻഡിൽ
നമ്മൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻ അഭിനയിച്ചിട്ട് തൊട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു തമാശ പറയാൻ പറ്റും. ഡെയിലി 3 സിനിമയൊക്കെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും മനസ്സിലായി. ഈ പറഞ്ഞതിന് കൂടെ തന്നെ ജഗദീഷ് ചേട്ടൻ സ്ഥിരമായിട്ട് സിനിമ ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കാണുന്ന ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ വരുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ലൈഫ് ഉണ്ട്, പേഴ്സണൽ ലൈഫ് ഉണ്ട്. ഇതിന് കൂടെ ഇറങ്ങുന്ന സിനിമകളെല്ലാം കാണുക, അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു നോർമൽ മലയാളി ഓഡിയൻസിന്റെ അതേ സ്വഭാവം തന്നെ ആയിരിക്കാം. പക്ഷെ അത് മാനേജ് ചെയ്യാന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ? അതിനകത്ത് വരുന്ന ഒരു ഹൈ എന്താ? അല്ല, അതിനകത്ത് ഞാൻ ഫ്രീ ആണെങ്കിൽ, ഷൂട്ടിംഗ് ഇല്ല എങ്കിൽ എൻ്റെ വിനോദം എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. കാരണം തിയേറ്ററിൽ പോകുക എന്ന് പറയുമ്പം എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഷോ തുടങ്ങുന്ന തിയേറ്റർ ഏതാ എന്നാണ് ഞാൻ നോക്കുന്നത്. ഏറ്റവും നല്ല തിയേറ്റർ ഏതെന്നല്ല ഞാൻ നോക്കുന്നത്. മിക്കവാറും എനിക്ക് ട്രിവാൻഡ്രത്തുള്ള ഒരു തിയേറ്ററിൽ അത് നോക്കുമ്പോൾ രാവിലെ 8 മണി കഴിഞ്ഞിരുന്നാൽ 8-ഉം 2-ഉം 10:30 11 മണിക്ക് മുമ്പ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമാണ്. അവിടെ സൗണ്ട് സിസ്റ്റം അല്പം വീക്ക് ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. വേറെ എല്ലാവരും ചോദിക്കും, എന്താ ആ തിയേറ്ററിൽ പോയത്, മറ്റിടത്ത് സൂപ്പർ ഇടിവെട്ട് ശബ്ദമല്ലേ, സൗണ്ട് സിസ്റ്റവും അടിപൊളി പ്രൊജക്ഷനും. ഞാൻ പറഞ്ഞു ഏറ്റവും ആദ്യം എവിടെ തുടങ്ങുന്നു അവിടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചോയ്സ് ഒക്കെ അങ്ങനെയാണ്. പെർഫെക്ഷൻ അപ്പുറം ഏറ്റവും ആ ദിവസം മുഴുവൻ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യം കാണുന്ന എൻ്റെ സംഭവം ഏറ്റവും ആദ്യം കാണുന്നത് എൻ്റെ ഒരു ത്രില്ലുണ്ട്. അപ്പോൾ സിനിമ കാണാൻ പരമാവധി ശ്രമിക്കുക. കാരണം പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് തന്നെ കാണുക. അപ്പോൾ അവർ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ, അവരുടെ ചിരി, അവരുടെ കയ്യടി, അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിനൊക്കെ അവർ തിരിച്ചറിയാൻ നേരത്തെ അവരുടെ കമൻസ് കൊള്ളാമെന്നോ അല്ലെങ്കിൽ അത്ര പോരെന്നോ ഒക്കെ പറയുന്നത്, അത് അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുമ്പോൾ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അത് നമ്മളെ വളരെയധികം നമുക്ക് കരിയറിൽ നല്ലതാണ്. ഇതേ അഭിപ്രായം ആസിഫ് അലി മറ്റൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. FDFS കാണാൻ പോകുന്നിടത്താണ് സിനിമയിലെ പല കാര്യങ്ങളും കൂടുതൽ റിലേറ്റ് ആവുന്നത്, അവിടെയാണ് ഓഡിയൻസിന്റെ ആക്ച്വൽ റെസ്പോൺസ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സിനിമകളെല്ലാം കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു മാൻഡേറ്റ് ആയിട്ട് സൂക്ഷിക്കാറുണ്ടോ? കഴിയുന്നതും ഞാൻ തിയേറ്ററിൽ തന്നെ പോയി സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ അഭിനയിച്ച സിനിമ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമ്പോൾ ഈ നമ്മൾ ഇനി ഇത് എഡിറ്റ് എത്ര പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞാലും ഇതിന്റെ ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ടുള്ള വേർഷൻ എത്ര നമ്മൾ ആരെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് ഈ സിനിമ കാണുമ്പോൾ അവർ കൂവുന്ന സ്ഥലം, അവർ ഫോൺ നോക്കുന്ന സ്ഥലം, ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും. അത് ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒരു മാസ് ഓഡിയൻസ് ഇരുന്ന് കാണുമ്പോൾ അവരെ എന്റർടൈൻ ചെയ്യാൻ പറ്റാത്ത പോയിന്റ്സ് മനസ്സിലാവണമെങ്കിൽ അത് അങ്ങനെ തന്നെ കാണണം. അപ്പം അത് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഹോംവർക്കിന്റെ ഭാഗമാണ് ശരിക്കും. നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നതിന്റെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാവുന്നത് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴാണ്. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാൻ ഇനി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ സിനിമകൾ കാണില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടം തരുന്ന ഒരു, നേരത്തെ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ കൊടുക്കൽ വാങ്ങലുണ്ട്. അപ്പം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കുറച്ച് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ, കണ്ണൂർ സ്ക്വാഡ് മുതലുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സിസ്കയുടെ കൂടെ ഒരു ടീം ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ആഭ്യന്തര കുറ്റവാളിയിലും ഈ പറയുന്ന കൂട്ടുകെട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ കൂട്ടുകെട്ടിൽ ആക്ച്വലി കഥാപാത്രത്തിനപ്പുറത്തേക്ക് ഒരു നടൻ എന്നുള്ള രീതിയിൽ കൂടെ ആ ഒരു അസോസിയേഷൻ തരുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, അതിനെങ്ങനെയാ കാണുന്നത്? അതെ, അപ്പം നേരത്തെ സാറ് പറഞ്ഞില്ലേ, അതായത് ഇപ്പം ആസിഫിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ആസിഫ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡയലോഗിനനുസരിച്ചുള്ള റിയാക്ഷൻ തരുമ്പോൾ അത് നമുക്ക് ഭയങ്കര രസമായിരിക്കും. നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ഇത് വരും. അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമുക്ക് നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൂടെ നമുക്കൊത്ത്, അല്ലെങ്കിൽ നമ്മളെക്കാളും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ മാത്രമല്ല നന്നാവുക എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ ക്യാരക്ടറും അതിലുപരി നമ്മൾ ആ സിനിമയും ടോട്ടലി നന്നായാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ഗുണമുള്ളൂ. അത് പ്രേക്ഷകർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. ഈ കണ്ണൂർ സ്ക്വാഡിലും ഈ ഒരു ടീം എന്ന് പറയുന്നുണ്ട്. 4 പേരാണ് ആ യാത്ര പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇക്കടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ്. അതായത് അത്രയും കാലം നമ്മൾ കണ്ടു പരിചയിച്ച നടനല്ല ആ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത്. അതിൽ ഓഫ് കോഴ്സ് കൂടെയുള്ള ആളുകളെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിച്ചത് എന്തായിരിക്കും? അത് ഞാനിപ്പോ ഈ സംഭവം ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു ആക്ടറാണ് ചെയ്യാനിരുന്നത് എൻ്റെ ക്യാരക്ടർ, ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ എന്തോ സംഭവം കൊണ്ട് അദ്ദേഹം മാറി, അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് മാറി. അപ്പോൾ എനിക്ക് ദൈവാനുഗ്രഹം എൻ്റെ കയ്യിൽ വന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്ന സ്ക്രിപ്റ്റും കഥ പറഞ്ഞ സ്ക്രിപ്റ്റും രണ്ടാമത് എനിക്ക് സ്ക്രിപ്റ്റ് മാറ്റി തന്നതും റീറൈറ്റ് ചെയ്തതും രണ്ട് വ്യത്യാസങ്ങളും. അപ്പോൾ എനിക്ക് കുറച്ച് ഹ്യൂമറൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സീനിൽ ഞാൻ മമ്മൂക്ക അങ്ങോട്ട് അഭിനയിച്ചിരുന്ന സമയത്ത് ഞാൻ ഹ്യൂമർ പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു
എന്താ അത് എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ സ്ക്രിപ്റ്റിലുള്ളതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത് കോമഡിയാ, എന്തോ സംഭവം എന്താ എന്ന് പറഞ്ഞാൽ റൈറ്ററിനെ വിളിക്കാൻ ഷാഫിയെ വിളിച്ചു, എന്താ സംഭവം? അല്ലാതെ അസീസൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ട് ഹ്യൂമർ കയറ്റി, ഞാൻ എന്തോടോ അവനൊന്ന് മാറ്റി ചെയ്യാൻ വേണ്ടി നോക്കൂ എന്നൊക്കെ പറഞ്ഞു, സാറ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഹ്യൂമറായപ്പോൾ എനിക്ക് രസമുണ്ടായിരുന്നു ശരിയായി. എൻ്റെ രക്തത്തിൽ കിടക്കുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ അത് നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വിഷമമായോടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നിനക്ക് വിഷമമായെന്ന് എനിക്കറിയാം, ആ സിനിമ ഇറങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും, ഒന്ന് മാറ്റിയൊക്കെ ചെയ്യടോ എന്ന് സാറ് നമുക്ക് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഹ്യൂമർ ചെയ്തിരുന്നെങ്കിൽ സാധാ ഒരു സ്ഥിരം ചെയ്തിട്ട് വരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു. എന്നാ മാറ്റി ചിന്തിക്കാൻ, അതാ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് ചിരിക്കുക പോലും ചെയ്യില്ലെന്നോ, എൻ്റെ പല്ല് പോലും വെളി കാണിക്കരുതെന്നോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോയി. അതെ, ആ ഒരു വെയിറ്റ് അതിൽ ഫീൽ ചെയ്യും. തുടക്കത്തിൽ മുതൽ അയാളുടെ കുറ്റം ആരോപിക്കപ്പെടുന്നത് മുതൽ അയാള് മിഷൻ സക്സസ് ആവുന്നത് വരെ അയാളില് അത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത്. അത് സത്യം. നമുക്ക് പിന്നെ രണ്ടാമത് ഇപ്പൊ പറഞ്ഞില്ല, നമ്മളൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയാലും ഒരിക്കലും നമുക്ക് ആ സിനിമ നന്നാക്കാൻ പറ്റും. ഇപ്പോ മമ്മൂക്ക, ഞാന്, ശബരീഷ്, റോണി ചേട്ടൻ, എല്ലാവരും എൻ്റെ ജീവിതത്തിൽ പോലും കിടക്കുന്നില്ലാത്ത ഹോട്ടലിലേക്കാണ് മമ്മൂക്ക കിടത്തിയത്. കാരണം നമ്മൾ പിരിഞ്ഞു പോകുന്നത് കിടക്കാൻ വേണ്ടി മാത്രം. ബാക്കി എപ്പോഴും ഡയറക്ടർ റോബി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ 4 പേരും കാണുമ്പോൾ ഒറിജിനൽ സ്കോഡ് പോലെ ഫീൽ ചെയ്യുന്നു. കാരണം എപ്പോഴും മമ്മൂക്കാരുടെ കൂടെ തന്നെ അങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ ആ ഒരു ബോണ്ട്, അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആകാൻ, അല്ലെങ്കിൽ പുള്ളിയോടുള്ള പേടി മാറ്റാൻ വേണ്ടി പുള്ളി നമ്മളെ കൊണ്ട് തന്നെ നടന്നു. എവിടെ പോയാലും കൊണ്ട് നടക്കും. ഷൂട്ടിന് പോയാലും മമ്മൂക്കാരുടെ വണ്ടിയിലാണ് പോകുന്നത്, തിരിച്ചു വരുന്നത്. നമുക്ക് പുള്ളിക്ക് ഷൂട്ട് ചെയ്തിരുന്നാലും നമുക്ക് തീരുന്നത് വരെ പുള്ളി വെയിറ്റ് ചെയ്യും. അതൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെ വർക്കൗട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് സംഭവം. അല്ലെങ്കിൽ തേക്കിന് തൊട്ട് മുമ്പ് 11 മണി വന്നിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിറയ്ക്കും എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോഴേ സാധാരണ ഇതിൽ ഏത് സിനിമയുടെ പ്രൊമോഷന്റെ സമയത്തും വരാനിരിക്കുന്ന എൻ്റെ വേറൊരു ചിത്രത്തെക്കുറിച്ച് ചെറിയൊരു സൂചന ഞാൻ കൊടുക്കാറുണ്ട്. ഇവിടെ ഞാൻ പടം ഏതെന്ന് പറയില്ല. പക്ഷെ ആ ചിത്രത്തിൽ ഞാൻ ഇതേപോലെ ഒരു ഗ്രൂപ്പായിട്ട് കുറേ പേര് അഭിനയിക്കുന്ന ഒരു സീനുകളുണ്ട്, ഒരുപാട് സീനുകളുണ്ട്. അതിൽ ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള ആ 4-5 പേര് എല്ലാവരും ടാലൻറ്റഡ് ആർട്ടിസ്റ്റുകളാണ്. ആ 4-5 പേർക്കും ഓരോ സീനിലും അവർ പറയുന്നതിൽ നല്ല തമാശകളുണ്ട്. എനിക്കില്ല. കാരണം എൻ്റെ ഒരു മെച്ചുവേർഡ് ക്യാരക്ടറാണ്. അതിൽ ഒരു സൈഡിൽ ഞാൻ ആലോചിക്കുമ്പോൾ പറയാൻ പാടില്ല അത്, കാരണം എനിക്ക് അറിയാം ഞാൻ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇവരെയൊക്കെ അങ്ങനെ തമാശ പറയേണ്ട ആളല്ല. പക്ഷേ ഓരോ തമാശ കേൾക്കുമ്പോൾ എനിക്ക് ഇവരുടെ ചിരി വരുമ്പോൾ എനിക്കെന്ന് പറയാൻ ശ്വാസം മുട്ടാണ് എനിക്ക് തന്നില്ല. പക്ഷേ എൻ്റെ ടഫ് റോളാണ്. എൻ്റെ ഏറ്റവും ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ഏറ്റവും ടഫ് റോള് ജഗദീഷിൻ്റെ ആണ്. അത് മറക്കരുത്. അത് ശരിയാണ്. അതിൻ്റെ സന്തോഷമുണ്ട്. ആ ടഫ് റോളിൽ ഈ ഗൗരവത്തോടെ ഇവരിത് പറയുമ്പോഴും ഞാൻ കൊടുക്കുന്ന റിയാക്ഷനിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അതേ അവസരത്തിൽ എല്ലാവരും സ്കോർ ചെയ്യുന്നുണ്ട്. അത് ആ ടീമിനനുസരിച്ച് ക്യാരക്ടർ വിടാതെ അവിടെ നിൽക്കണം. അതിൽ ആക്ടറിനുള്ള ലോങ് റണ്ണിൽ ഇപ്പം ആദ്യം ചിരിച്ചപ്പോൾ അസീസിന് സന്തോഷം തോന്നിയെങ്കിലും പിന്നീട് സിനിമ കണ്ടപ്പം അസീസ് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴേ മനസ്സിലാക്കിയിട്ടുണ്ട്. സിനിമ വരുമ്പം അവർക്ക് ചിരി കിട്ടും, എനിക്ക് വേറൊരു തരത്തിലുള്ള ഒരു പെർഫോമൻസിന്റെ പേരും കിട്ടും. അത് വരാനിരിക്കുന്ന ഒരു ചിത്രം. അതിന്റെ പ്രൊമോഷൻ സമയത്ത് ഏതാണെന്ന് പറയാം. ഞാൻ ഗസ് ചെയ്യട്ടെ, ധീരനാണോ? അത് തന്നെ. കിടക്കട്ടെ. അത്രയും ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണ്. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാൻ സന്തോഷത്തോടെ പറഞ്ഞു. ഓക്കെ. അപ്പൊ ആഭ്യന്തര കുറ്റവാളി ഈ പറയുന്ന എനിക്ക് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു വൈബ് തന്നെ തിയേറ്ററിൽ ഒരു മാസ് ഓഡിയൻസിലേക്ക് അത് പോട്ടെ, അതിന്റെ സീരിയസ്നെസ്സിൽ അത് പറയാൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ കൊണ്ട് തിയേറ്ററിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കട്ടെ, ആളുകളുടെ ഇടയിലും അതൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ടൈം. താങ്ക് യു സോ മച്ച്.